+1 ഹിസ്റ്ററിയുടെ ആൻസർ കീയാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാനും നിങ്ങളും ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എസ്സെ, നമ്മൾ പറഞ്ഞിരുന്നു ആ 3 ക്രമങ്ങളുടെ എസ്സെ പഠിക്കണം, ഇസ്ലാമിൻ്റെ സംഭാവനകൾ പഠിക്കണമെന്ന് വളരെ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അത് തന്നെ വന്നു, സന്തോഷം. നോക്കാം, ആൻസർ നോക്കല്ലേ. എങ്ങനെയുണ്ട് എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? എഴുതിയില്ലേ? എത്ര മാർക്ക് കിട്ടും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോ. എന്നാലാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ, തുടർന്നുള്ള എക്സാമിനുള്ള വീഡിയോ ഒക്കെ ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം. മാച്ച് ദ ഫോളോവിങ് ആണ് ആദ്യത്തെ ചോദ്യം. കോപ്പർനിക്കസ്, ദി റവല്യൂഷനിബസ് അല്ലേ? ദി റവല്യൂഷനിബസ് ആണ് ആൻസർ. കെപ്ലർ കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററിയാണ് ആൻസർ. കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി. ഗലീലി ദി മോഷൻ. ദി മോഷൻ. ലോറൻസോ വാല ഏതാ? ഓൺ പ്ലഷർ. ലോറൻസോ വാല ഓൺ പ്ലഷർ. ശരിയാണോ നിങ്ങളത്? രണ്ടാമത്തെ ചോദ്യം, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ, ഹിസ്റ്ററിയിലെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഉള്ള ചോദ്യമാണിത്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ശരിയല്ലേ? ഇനി അഥവാ നിങ്ങളത് ഇത് തെറ്റിയാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാമിന് നല്ല രീതിയിൽ പഠിക്കുക. നല്ല സമയമുണ്ട്. എക്കണോമിക്സും സോഷ്യോളജിയും പൊളിറ്റിക്സൊക്കെ നല്ല സമയങ്ങളുണ്ട് പഠിക്കാൻ. മിക്ക വിഷയത്തിൻ്റെ വീഡിയോകളും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ആരുടെ ഗ്രന്ഥമാണ്? ചാൾസ് ഡാർവിൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഹോമോ ഹബിലിസ് മീൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഹോമോ ഹബിലിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? പറഞ്ഞോളൂ. ഉപകരണ നിർമ്മാതാവാണ്. ടൂൾ മേക്കറാണ്. ഉപകരണ നിർമ്മാതാവാണ് ആൻസർ. എല്ലാവരും എഴുതിയിട്ടില്ലത്? എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ആയുധ നിർമ്മാതാക്കൾ, ടൂൾ മേക്കർ. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോ ഹാബിലിസ് എന്നായിരുന്നു നാം പഠിച്ചിരുന്നത്. ഹോമോ ഹബിലിസ് എന്ന് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാവ് എന്നാണ് ആൻസർ. ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലേ? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഇതിൽ യൂഫ്രട്ടീസ് ആണുള്ളത്. നിങ്ങളുടെ ശരിയാണ്. മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ തന്നെ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അതിൻ്റെ അർത്ഥം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? യൂഫ്രട്ടീസ്. ശരിയല്ലേ? ഇന്നത്തെ രാവിലെ ലൈവ് ചെയ്തപ്പോഴുള്ള ചോദ്യമാണിത്. മെസൊപ്പൊട്ടേമിയയിലെ രാജകീയ തലസ്ഥാനം ഏത്? റോയൽ ക്യാപിറ്റൽ ഓഫ് മെസൊപ്പൊട്ടേമിയ. മാരിയാണ് ആൻസർ. മാരി അല്ലേ? ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ള ഈ ചോദ്യം വരുന്നു. ദി പ്രിൻസിപ്പേറ്റ് വാസ് ഫൗണ്ടഡ് ബൈ. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് ആരാ? അഗസ്റ്റസ് ആണ്. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അഗസ്റ്റസ്. അടുത്ത ചോദ്യം, ദ ക്യാപിറ്റൽ ഓഫ് ദ അബ്ബാസിദ്. അബ്ബാസിയാക്കളുടെ തലസ്ഥാനം ഏതാ? ബഗ്ദാദാണ്. ഇനി ഉമവിയാക്കളുടെ തലസ്ഥാനമാണെങ്കിൽ ഡമസ്കസ് ആണ്. അബ്ബാസിയാക്കളുടെ തലസ്ഥാനം ബഗ്ദാദാണ്. അടുത്ത ചോദ്യം കാലഗണനാക്രമത്തിൽ എഴുതാനാണ്. ഒന്നാമത്തത് ഒന്നാം കറുപ്പ് യുദ്ധം, വർഷം 1839. 2 ജപ്പാനിൽ മാത്യു പെറിയുടെ ആഗമനം, വർഷം 1853. അടുത്തത് സൺയാസെൻ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു. വർഷം 911. പിന്നെയോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. ശരിയാ നോക്കുക, ക്ലിയർ ആണോ നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടോ? ശരിക്കും നോക്കട്ടാ. ഒന്നാമത്തെ പാർട്ടാണ് നാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത പാർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും വീഡിയോസ് ഇന്നലെയായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.